ഹായ്. അപ്പം നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണിയുടെ ഭാഗമായിട്ട് ബ്രെഡൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പരിചയപ്പെടുത്തി തരട്ടെ. അപ്പം ഇതാണ് സവർഡോ ബ്രെഡ് എന്ന് പറയുന്നത്. ബ്രെഡ് ഇത് നമുക്കിപ്പോൾ നാട്ടിൽ വളരെ റയറായിട്ടേ കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങളിപ്പം യൂറോപ്പിലും അതുപോലെയുള്ള കാനഡ അങ്ങനത്തെ ഏതെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ എപ്പോഴും സവർഡോ ബ്രെഡ് മേടിക്കാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് നമുക്ക് ഈ ബ്രൗൺ ബ്രെഡാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ബ്രെഡ് ആക്ച്വലി വൈറ്റ് ബ്രെഡ് തന്നെയാണ്. ആക്ച്വലി ഈ ബ്രെഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഫ്ലോ, പിന്നെ സോൾട്ട്, മേ ബി ഇത് റൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഏജൻറ്റ്, വാട്ടർ, അങ്ങനെ വളരെ മിനിമലായിട്ടുള്ള ഇൻഗ്രീഡിയൻസേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിനെയാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കൊമേഴ്ഷ്യലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് ബ്രെഡ് എടുത്ത് നോക്കിയാലും നമുക്ക് അറിയാൻ പോലും പറ്റാത്ത ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 10-12 ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ വളരെ മിനിമലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. 4 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. വീറ്റ് ഫ്ലോർ ഉണ്ട്, വാട്ടർ ഉണ്ട്, സോൾട്ട് ഉണ്ട്, ഫെർമെൻറ്റഡ് വീറ്റ് ഫ്ലോർ ഉണ്ട്. അതായത് ഈ സവർഡോ സ്റ്റാർട്ടർ എന്ന് പറയും. അപ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ട് നമ്മുടെ ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രെഡ് ഏതെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ഈ സവർഡോ മാത്രമോ. വേറെ ഒരു ബ്രെഡും നമുക്ക് ഗട്ട് ഫ്രണ്ട്ലി അല്ല. ഇപ്പം നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല. ബിക്കോസ് നിങ്ങൾക്ക് അത് കഴിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും തോന്നില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബ്ലോട്ടിങ്ങോ അതുപോലെ തന്നെ എന്തെങ്കിലും ഓട്ടോഇമ്യൂൺ ഇഷ്യൂ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ നിങ്ങൾ അത് കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിട്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഈ സവർഡോ ബ്രെഡ് ആയിരിക്കും.